മോനെ അകന്ന ബന്ധത്തിലെ അമ്മാവൻ നിന്നെ ചോദിച്ചു. ഇയാൾ ഇതുവരെയായിട്ട് ചത്തില്ലേ? ചത്തു മോനെ, മറ്റന്നാ 16 അടിയന്തര, അത് ക്ഷണിക്കാൻ വിളിച്ചതാ. വീഡിയോ കോളില്. ഹാ അമ്മാവ, ഞാൻ എപ്പോഴും അമ്മാവനെ കുറിച്ച് ചോദിക്കും. അത് ഞാൻ കേട്ടു. അമ്മാവന് വെക്കാത്തത് കൊണ്ടാ, അല്ലെങ്കിൽ നേരിട്ട് വന്ന് കൈനീട്ടം തന്നേനെ. അത് കുഴപ്പമില്ല, അമ്മാവനെ ഞാൻ GPay നമ്പർ അയച്ചു തരാം, അതിലേക്ക് അയച്ചാൽ മതി. ശാസ്ത്രത്തിനൊക്കെ പുരോഗമിച്ചിട്ടും ഇപ്പോഴും അതൊക്കെയാണോ യൂസ് ചെയ്യുന്നത്? നമുക്ക് കുറച്ചും കൂടെ ഹൈടെക് ആക്കാം. ഹൈടെക്കോ? ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്റെ കുടുംബക്കാര് നിന്റെ അച്ഛന്റെ കുടുംബക്കാരെ പോലെ എച്ചികളല്ല. എന്നാ റൂമിന്റെ കന്നിമൂലയില് തെക്ക് പടിഞ്ഞാറായിട്ട് അങ്ങോട്ട് നിൽക്കുക. നിക്ക് മോനെ, അമ്മാവൻ എന്തെങ്കിലും സൂത്രം കണ്ടു കാണും. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് പിടിക്കുക. നവാസൊക്കെ എന്നോടത്ത് പറഞ്ഞാണ് വല്ല പള്ളിയിലെ അച്ഛനെ മൊയിലാറുടെ വേഷം കെട്ടാണ്. എടാ മണ്ട, ഇപ്പൊ ശബരിമല സീസണാണ്, ഇത് എറിക്കത്തോളൂ. എടാ മഴ എന്നൊക്കെ പറഞ്ഞാൽ അത് ഗൾഫിലെ മഴ. എന്താ ഇവിടെ വെള്ളമല്ലേ വീഴുന്നത്? അയ്യോ ജനങ്ങള് എന്തേലും ജപിച്ചോണ്ട് പറ. ഇവന്മാരെ ഇതിനുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാനും അതെ, ഇതിനു മുമ്പ് നിങ്ങളെവിടെ കണ്ടിട്ടില്ലല്ലോ. നമ്മെ നാം പോലും ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങോട്ടേക്ക്? ഞങ്ങൾ ശബരിമല വഴി വേളാങ്കണ്ണിയിലേക്ക് ഒരു യാത്ര. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ കൈകാലുകൾ നോക്കി ഭൂതം ഭാവി പറയും. എനിക്ക് എന്റെ കൈ നോക്കി എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ഹലോ, ഭാവി നോക്കാൻ ഇത്രയും വൃത്തിയായിട്ടൊരു കഴിഞ്ഞ എന്റെ യുഗത്തിൽ കണ്ടിട്ടില്ല സ്വാമി. സത്യം. കയ്യിലെ രേഖയെല്ലാം മാഞ്ഞിരിക്കുന്നല്ലോ. എന്നാലും ഉള്ള രേഖ വെച്ച് പറയാം. നീ രേഖ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവളുടെ രാഘവന്റെ കൂടെ ഒളിച്ചോളൂ. അയ്യോ പേടിക്കണ്ട, അതിന് മുമ്പ് നീ ചത്തും പോവും. കൺഫേം രണ്ടു ടൈപ്പാ. ഈ സ്വാമി ഈ കൈ നോക്കി എന്റെ ഭാവി പറഞ്ഞു. പറ സ്വാമി, പറ. ഇന്നുച്ചയ്ക്ക് ചിക്കൻ കറി ആയിരുന്നല്ലേ? അയ്യോ സത്യമാണോ? ഇവർ ഒറിജിനല്ല. സ്വാമി മാഫി മുഷ്കിൽ. എടോ താൻ ഇവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായത് ആ ചിക്കൻ കറിയിട്ട് വന്നത്. ഈ ഒരു മന്ത്രം ചൊല്ലറാ. ಹಪ್ಪಡಬಡ ಸಿಟ್ಟೆ ಸಿಟ್ಟಿಠಾಲಲಗಡ್ಡ ಹಿಂಬಸ್ಸ ಫಲಸಿಂಹ ಹಂಸ ಹಾಲಲಗಂಡೆ ಸಪ್ಪಿಠಾಲಲಗಂಡ ಓಂ ಶಾಂತಿ ಶಾಂತಿನಿ. വെറുതെ ദൈവദോഷം മാറ്റി വെക്കാം. കുട്ടി, എന്റെ ഹൃദയത്തിലേക്ക് വരുന്നു. ഞാൻ ചെരുപ്പോടണം. അയ്യോ, എന്റെ ഹൃദയം അമ്പലമൊന്നുമല്ല, ചെരുപ്പിട്ടോണ്ടും വരാം. അമ്പലത്തിലെ ലൈറ്റെല്ലാം കെട്ടൂന്ന് തോന്നുന്നു. എന്താ ഇരുട്ട്. ഉമ്മ, നമ്മ ഇന്നലെ ടൗണിൽ തന്നെ ഉണ്ടായിന്, വേറെ എവിടെ പോയിട്ടാ? ആ ഓക്കെ ഓക്കെ ഓക്കെ. നീ എന്ത് മെൻസൻറാ ഉമ്മാനോട് കളി പറയുന്ന? ഹലോ ഉമ്മ, ഞാനിപ്പോ പറഞ്ഞ കളവ ഷിമ്മ ഇന്നലെ ഫിദാന്റെ ഒക്കെ ബാക്കലങ്കോട്ട ബീച്ചിലുണ്ടായിന്. ഓക്കെ ഉമ്മ, ഓക്കെ ഓക്കെ. നീ എന്തിണ്ടാ എന്റെ കാര്യം നിന്റെ ഉമ്മാനോടില്ല? ഇത് എന്റെ ഉമ്മ വിളിച്ചതല്ല, നിന്റെ ഉമ്മ വിളിച്ചത്. ഇതെന്താ അൽസേഷൻ നായേ? ഡോക്ടറെ എന്ത് പറ്റി? 10 പേരിലും പ്ലാസ്റ്റർ ഇട്ടേക്കുന്നു. ആ ഒരു പരസ്ത്രീ ബന്ധം ഭാര്യ പറഞ്ഞ ഐഡിയ. നീ ചാറ്റ് ചെയ്യില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരുടെ മുഖത്തും കൂടെ എന്തെങ്കിലും ചെയ്യട്ടെ, അല്ലെങ്കിൽ ഫേസിലൊക്കെ മാറ്റി വീഡിയോ കോളൊക്കെ ചെയ്ത. അത് വീട്ടിൽ ചെല്ലുമ്പോഴേ അവന്റെ ഭാര്യ മാറ്റിക്കോളും. എന്താ പ്രശ്നം എന്തായിരുന്നു? ഞാൻ ഭയങ്കര കല്ലുകൂടി സിഗരറ്റ് വരി, എനിക്കൊന്ന് നന്നാവും. ഒരു കാര്യം ചെയ്യും, ഒരു മാസം നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററിൽ വന്ന് നില്ല്. കേട്ടല്ലേ, ഒരു മാസം ഡോക്ടർ ആ അഡിക്ഷൻ സെന്ററിൽ പോയി നിൽക്കണം. മരുന്നും കാര്യങ്ങളൊക്കെ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. നിന്റെ വലിയും കൂടി നിർത്താൻ വേണ്ടി അവനെ എന്തിനാ ഇവിടെ കൊണ്ട് നിർത്തുന്നത്? എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ കല്ലുകൂടി നിർത്തി കഴിഞ്ഞാൽ ഇവൻ ആ സ്പോട്ട് കുപ്പി കൊണ്ടുവരും. ഞാൻ സിഗരറ്റ് നിർത്തി കഴിഞ്ഞാൽ എന്റെ മൂക്കിലോട്ട് പുക ഊതി വിട്ടളെ. എന്റെ അമ്മ പറയുന്നത് എന്തോ അറിയോ, വേറെ ആരെ കൂടെ പുറത്തു പോയാലും നശിച്ചു പോകും, ഇവനോട് ആകുമ്പോ കുഴപ്പമില്ല, നന്നായിക്കോളും. പോയി പോയി പോട്ടെ, ഒരു ആശ്വാസം ഇല്ലേ? എടാ അതല്ല, ഇയർബഡ്സ് പോയടാ. പോട്ടത് അകത്ത് കിടന്ന ദഹന പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവും. യൂസ്ലെസ് സ്റ്റോക്ക് ചെയ്യല്ല അജിൻ ജോയ്. അതല്ല, ഞാൻ വിനായകന്റെ ഒരു ഇയർബഡ്സ് സിനിമ ആണോ മേടിച്ചടാ.
ഇപ്പൊ അതിന്റെ ഒരെണ്ണം മിസ്സായി പോയടാ. എന്നാലും അത് ഒരെണ്ണമായിട്ട് എങ്ങോട്ട് പോയി? അത് പാട്ടിയോട്ടുള്ള പോർണ്ണ ഒന്ന് ക്ലോസറ്റ് ചെയ്യണം. കുഴപ്പമില്ല, നമുക്ക് മിനാന്റെ അടുത്ത് വിളിച്ച് പറയാം. ഇതെങ്ങാനും അവൻ അറിഞ്ഞ അവ എന്നെ തിന്നും. നീ ഒന്ന് അവന്റെ അടുത്ത് വിളിച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കൂ. വിനായകെ, ഞാൻ നിന്റെ അടുത്ത് സോഫ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. പറ. സപ്പോസ് നീ വിചാരിക്ക നീ അലന് കൊടുത്ത ഇയർബഡ്സ് അവന്റെ കയ്യിൽ നിന്ന് മിസ്സായി. അതിനിപ്പോ എന്താ ഞാൻ വിചാരിച്ചു. എന്നാ അത് പോയി കേട്ടാ. എടാ എന്റെ അമ്മ മേടിച്ചത് ഹെഡ്സെറ്റാണ് അത്. അതുകൊണ്ട് കളഞ്ഞോട്ടല്ലേ നിന്നെ കൊല്ലും ഞാൻ. അല്ലെങ്കിൽ കേട്ടോ ഞാൻ ചാവാം. പരലോകമേ വായന്റെ എടുത്തോ, എനിക്ക് ചാവണം. സെറ്റായില്ലേ? സെറ്റായി. പുതിയ ഹെഡ്സെറ്റ് മേടിച്ചോ. കൈ ഇരിക്കുന്ന കാര്യമല്ല, അവൻ ചത്തുകളയും. നമ്മള് ഇതൊക്കെ ചെയ്താൽ നമുക്ക് സാമ്പത്തികം വരും, മാനനഷ്ടം എല്ലാം കിട്ടും. എടുക്ക ഒരു കാര്യം ചെയ്യ്. കേട്ടാ എല്ലാം മക്കളായിട്ട് സംഭവിക്കുള്ളൂ. ഞങ്ങൾക്ക് തിരുമേനി മക്കളില്ല. അത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഭർത്താവിന്റെ അടുത്ത് പറയൂ. എടിയേ, കുടിക്കാൻ കുറച്ച് വെള്ളം. മോളെ ആമ്മേ, അച്ഛന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് കൊടുത്തേ. എടാ എന്താ ചേച്ചി? അച്ഛന് കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് കൊടുക്കാൻ പറഞ്ഞ കേട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ പറഞ്ഞു കൊണ്ടു കൊടുത്തേ. ചേച്ചി കൊണ്ടു കൊടുത്ത എന്താ? A few moments later. അയ്യോ മോനല്ലേ അത്? എന്താ മോനെ? അയ്യോ അച്ഛാ, എന്റെ കാലേക്കടേ ഒരു ഉറുമ്പ് പോണു. പിന്നെ എന്തായാലും അച്ഛൻ ഇവിടെ വരെ വന്നതല്ലേ, ഇനി ഇപ്പൊ അടുക്കള പോയിട്ട് കുറച്ച് വെള്ളം മുക്കി കുടിച്ചിട്ട് പോക്കോ. കുട്ടികളെ, നമ്മുടെ സ്കൂൾ നവീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. സാർ, നമുക്കിവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പണിതാലോ? പണിയാ, പക്ഷെ അതിന് തനിക്ക് നീന്താൻ അറിയാവോ? സാറിന് പഠിപ്പിക്കാറുണ്ടാണ് സാർ നമ്മളെ പഠിപ്പിക്കണ. പൂള് പരിഗണിക്കാം. താങ്ക് യു സാർ. ഗ്രൗണ്ടിൽ കെട്ടിയിരിക്കുന്ന ഊഞ്ഞാൽ മാറ്റിയിട്ട് നമുക്കൊരു ജെയിന്റ് വീൽ സെറ്റ് ചെയ്താലോ? അഞ്ഞലൂഞ്ഞാൽ അത് മാത്രം ആക്കണ്ടോ, അതിന്റെ അടുത്ത് നിൽക്കുന്ന ആഞ്ഞിലങ്ങ് മുറിച്ചിട്ടേ അവിടെ ഒരു റോളർ കോസ്റ്റർ റൈഡ് സെറ്റ് ആക്കാം. എന്നിട്ട് സ്കൂളിന്റെ പേരും അങ്ങ് മാറ്റാം, മീഗാലാൻഡ്. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ ഞാൻ തന്നെ ഇരുന്നോളാം. നമ്മുടെ ക്ലാസുകൾ ഡിജിറ്റലാക്കാം സാർ. That's a good idea. You mean smart class? ഐ മീൻ മിനി തിയേറ്റർ. അതാകുമ്പോൾ തിയേറ്ററിൽ പോയി വെറുതെ പൈസ വേണ്ടല്ലോ. ലാലേട്ടനെ ദളപതിയുടെ സിനിമയൊക്കെ നമുക്ക് ഇവിടെ വെച്ചിനെ കാണിപ്പിക്കാം. പുലർച്ചെ 4 മണിക്ക് ഫാൻ ഷോ വെക്കുന്നത് ബുദ്ധിമുട്ടാവോ? നിർബന്ധിക്കുന്നില്ല, വെച്ചാൽ നല്ലത്. സാർ, നമ്മുടെ ബാത്റൂം ഹൈടെക് ആക്കാം. കുറച്ചുകൂടി വ്യക്തമായി പറയോ? വ്യക്തമായി പറഞ്ഞാൽ നമുക്ക് മുട്ടുമ്പോഴല്ലേ നമ്മൾ ബാത്റൂമിൽ പോകുന്നത്? യെസ്. ഹൈടെക് ആയി കഴിയുമ്പോൾ ബാത്റൂം കാണുമ്പോൾ മുട്ടണം. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കുട്ടികളും ബാത്റൂമും തമ്മിലുള്ള ഒരു ബോണ്ടാണ് സാർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. യെസ് സർ.